എറണാകുളം കാക്കനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി സംഭരിച്ച സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു. റെഡ് ക്രോസ് ഓഫീസിലാണ് നൂറുകണക്കിന് പെട്ടികൾ കെട്ടിക്കിടക്കുന്നത്. റെഡ് ക്രോസ് ഭവനിൽ പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാം, എത്ര ഗുരുതരമായ വീഴ്ചയാണിത്? ഈ പെട്ടികൾ അവിടേക്ക് മുണ്ടക്കൈയിലേക്ക് ചുരൽമലയിലേക്കൊക്കെ എത്തേണ്ട ഈ രക്ഷാസാമഗ്രികൾ ഈ കാക്കനാട് ഈ ഓഫീസിൽ എങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്നു? അതിന്റെ കാരണം എന്താണ് റെഡ് ക്രോസ് വിശദീകരിക്കുന്നത്? വിജയകുമാർ, ഇത് വയനാട്, അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി റെഡ് ക്രോസ് സമാഹരിച്ച ഭക്ഷ്യ സാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും അടങ്ങിയ പെട്ടികളാണ്. അതിൽ 2 ലോഡ് വയനാട്ടിലേക്ക് കൊടുത്തു വിട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടി സംഭരിക്കുകയും പിന്നീട് അവിടേക്ക് കൊടുത്തു വിടാതിരിക്കുകയും ചെയ്ത സാധനങ്ങളാണ് ഇപ്പോൾ കാക്കനാടുള്ള റെഡ് ക്രോസിൻ്റെ ഓഫീസിൽ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്നത്. നമ്മൾ അവരുമായി ഇത് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അത് ഇനി സംസ്ഥാനത്തെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കുമെന്നുള്ളതാണ് റെഡ് ക്രോസിൻ്റെ നേതൃത്വം തന്നെ പറയുന്നത്. പക്ഷേ ഈ ദുരന്തം ഉണ്ടായ സ്ഥലത്തേക്ക് എന്ന പേരിൽ സംഭരിച്ച സാധനങ്ങൾ എങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇത് കൊടുക്കുമെന്നുള്ളതിന് അവർക്ക് കൃത്യമായൊരു ഉത്തരമില്ല. കൃത്യസമയത്ത് അവിടെ എത്തിച്ചിരുന്നെങ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടേണ്ട സാധനങ്ങളാണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. അതും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങൾ പലരുടെ കയ്യിൽ നിന്നും പണമായും മറ്റും സ്വീകരിച്ച് സംഭരിച്ച സാധനങ്ങളാണ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞു, അതിൽ പലതും ഇപ്പോൾ ഉപയോഗശൂന്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് മറ്റാർക്കെങ്കിലും ഉപകാരപ്രദമാകുമോ എന്നതിന് പോലും ഉറപ്പില്ല. പക്ഷേ അപ്പോഴും ഒരാൾക്ക് പോലും ഉപകാരമില്ലാതെ ഈ സാധനങ്ങൾ റെഡ് ക്രോസിൻ്റെ ഓഫീസിൽ കൂട്ടിയിട്ട നിലയിലാണ് ഉള്ളത്. വിജയകുമാർ, യെസ്, അതാണ്. ആ ദുരന്തബാധിത മേഖലയിൽ വലിയ തോതിൽ ആളുകൾക്ക് സഹായം കിട്ടേണ്ടതായിരുന്നു. അതിന് വേണ്ടി സംഭരിച്ചതായിരുന്നു. അതിൽ പലതും ഇനിയും ഉപയോഗയോഗ്യമാണോ എന്ന് പോലും അറിയില്ല. മറ്റ് മേഖലകളിലേക്ക് കൊടുക്കുമെന്നാണ് റെഡ് ക്രോസ് സൊസൈറ്റി അറിയിക്കുന്നത്. നമുക്കറിയില്ല അതൊക്കെ നടക്കുമോ എന്ന്. എന്തായാലും അതിങ്ങനെ കുമിഞ്ഞുകൂടി ആ ഓഫീസിൽ കിടക്കുകയാണ്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.